ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം ചേന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ചായയൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പാല് വാങ്ങിയിട്ട് വന്നപ്പോൾ വേഗം തന്നെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചാണ്. അതിനുശേഷം നമ്മൾ ചേന ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചേന പക്ഷേ ഒരു ചെറിയ കുഞ്ഞു കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ചും കൂടെ വേണമായിരുന്നു, പക്ഷേ ഉള്ളത് മതി ഇവിടെ. ഞാൻ പിന്നെ അതിനാണ്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ചേർക്കുന്ന നമ്മുടെ കുറച്ച് ചെറിയുള്ളി, അതൊരു 4-5 നമ്മൾ നേരാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അധികമൊന്നും എപ്പോഴും ചേർക്കാറില്ല, എന്നാലും അതെപ്പോഴും എല്ലാ കറികളും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് മാറ്റി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പാഞ്ചൊക്കെ ഉള്ളി വന്നിട്ടുണ്ട് കേട്ടോ. അവളിങ്ങനെ വന്ന് റൗണ്ട് അടിക്കും. അപ്പോൾ ഞാൻ പാലെല്ലാം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അക്ഷയ നമ്മുടെ പാഞ്ചൂനെയൊക്കെ എടുത്തൊന്ന് കാണിച്ചു തന്നാണ്. അതിന് ശേഷം പിന്നെ നമ്മുടെ പാഞ്ചൂനെയും കൂടി ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡാൻസൊക്കെ കളിപ്പിക്കണുണ്ടോ. പാഞ്ചു അതിനൊക്കെ നിന്ന് കൊടുക്കും കേട്ടോ. ഒന്നും ചെയ്യില്ല, അതിനെല്ലാം നിന്ന് കൊടുക്കും അവൾ. അങ്ങനെ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കടല വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബ്രൗൺ കടലയില്ലേ, അതൊരു കപ്പ് തലേദിവസം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അത് ഞാൻ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചുള്ള നമ്മുടെ ചേന ചേർത്ത് കൊടുത്തു. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി നന്നായി വറുത്തത് ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ചെറിയുള്ളി ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മൾ ഈ ചേനയ്ക്കും ഇതിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. കടലയിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചേന മാത്രമേ വേവാനുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് ചായ ഒന്ന് വെച്ചിട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ആവശ്യത്തിന് പഞ്ചസാരയെല്ലാം ചേർത്ത് ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മുടെ സൗണ്ട് അത്ര ശരിയായിട്ടില്ല അല്ലേ. ഓരോ വീഡിയോയിലും ഓരോ സൗണ്ട് മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറഞ്ഞാൽ നമുക്കെന്താ പനി പിടിച്ച ശേഷം നമ്മുടെ സൗണ്ട് ഒന്ന് കറക്റ്റായിട്ടില്ല. അതുപോലെ അതിലുള്ള തൊണ്ടവേദന നമുക്കത്ര ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് തോന്നുന്നു നമ്മുടെ ചില വീഡിയോയിലേക്കൊക്കെ നല്ല സൗണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ സൗണ്ടിൻ്റെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല, തന്നെ മാറുമായിരിക്കും അല്ലേ. അപ്പോൾ പിന്നെ ചായയെല്ലാം ആറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ എനിക്കുള്ള ചായ മാത്രമാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഏട്ടൻ എന്താ പറയുക ചായ കുടിക്കാൻ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനതവിടെ വെച്ചിട്ട് എനിക്ക് മാത്രമുള്ള ചായയാണ് കേട്ടോ കൊണ്ടുപോയി കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ അതൊന്ന് മാറി കറക്റ്റ് ആവോളം കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ ഒന്ന് മാറി സൗണ്ടൊക്കെ ഒന്ന് ശരിയാകുമ്പോഴേക്കും തന്നെ നല്ല ടൈം എടുക്കും. പിന്നെ അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മിറ്റോടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാഞ്ച് പോയിട്ടില്ല, ഉമ്മറത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മിറ്റോടിച്ചെടുക്കണേ. എന്താ പറഞ്ഞാൽ നമുക്ക് ഇനി ഇത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും തന്നെ നമ്മൾ കുക്കർ വിസിലടിച്ച് റെഡിയാവുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ഒന്ന് മിറ്റോടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാഞ്ചു ഉണ്ട് കേട്ടോ. ഞാൻ പാഞ്ചുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടി തോന്നുന്നുണ്ടോ? എന്താ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ വീട്ടിലെ എല്ലാ അംഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അപ്പോൾ പാഞ്ചു നമ്മളൊരു അംഗം പോലെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവളെക്കുറിച്ച് പറയുന്നത്. അപ്പം എന്താ പറയുക, നമ്മളെല്ലാവരെയും പറയുമ്പോൾ അവളെയും പറയാണ്ടിരുന്ന അതൊരു ഇതാവില്ലേ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ അവളെയും കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ വേഗം തന്നെ മിറ്റമൊക്കെ അടിച്ചെടുത്ത് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുത്ത് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് നന്നായി തന്നെ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുക്കറൊക്കെ വിസിലൊക്കെ പോയി നന്നായി തന്നെ വന്നിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചേനയും അതുപോലെ കടലയും എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. നമ്മളിത് എന്താ പറയുക പുളിപ്പില്ലാത്ത കൂട്ടാനല്ല, അതുകൊണ്ട് തേങ്ങയുടെ അളവ് കുറച്ച് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ കുറച്ച് തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ ഇതേ കറി തന്നെയാണ് കേട്ടോ ചോറിന് കഴിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചോറിന് കഴിക്കുമ്പോൾ ഗരം മസാലയുടെ ടേസ്റ്റ് ചിലപ്പോൾ അങ്ങോട്ട് ശരിയായിന്ന് വരില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഗരം മസാല ചേർക്കാണ്ട് ഇത്രമാത്രം ചെയ്തിട്ട് ഇറക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഗരം മസാല ചേർക്കാം കേട്ടോ. ഇങ്ങനെ ഗരം മസാല ചേർത്തിട്ട് നമുക്ക് പുട്ട്, ദോശ, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദോശയ്ക്ക് ഇത് തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ ഉച്ചക്ക് ചോറിനും ഇത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, 2-3
വെളുത്തുള്ളി ചതച്ചതല്ല കേട്ടോ, അരിഞ്ഞത്, അതുപോലെ ഒരു എന്താ പറയുക നമ്മുടെ കപ്പലമുളക്, അതെല്ലാം ചേർത്ത് നന്നായി തന്നെ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കടലയും ചേനയും കൂടിയുള്ള നല്ല കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. അതുപോലെ കഴിക്കാൻ നമ്മുടെ ചിക്കൻ കറി കഴിക്കും പോലെ ഇരിക്കും. കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്താൽ കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വാലും തലയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ നമുക്ക് ഉപ്പേരി വെച്ചെടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഏട്ടൻ നേരത്തെ പോവുകയാണ് കേട്ടോ. അതാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ബീൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഉപ്പേരി വെച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ വെക്കും പോലെ തന്നെ. അപ്പോൾ ഞാനതെല്ലാം അരിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ചീൻചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് പിന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തു. നന്നായി ചൂടായതിന് ശേഷം പിന്നെ കടുക് പൊട്ടിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ചെറിയുള്ളി കുറച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ. ചെറിയുള്ളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്തിട്ട് സാധാരണ ചെയ്യും പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഉപ്പേരി നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് അതൊന്നും നമ്മൾ കാണിക്കാണ്ടിരുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. അതിന് പകരം ഞാൻ മുളക് പൊടികൾ ചേർത്ത് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, ഉപ്പ് ചേർത്ത് കൊടുത്തു. അങ്ങനെ അതൊന്ന് ആവിയിലൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോഴാണ് നന്നായിരിക്കും കേട്ടോ. അപ്പം ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം. എന്താ പറഞ്ഞാൽ വെള്ളം ഒഴിക്കാത്ത കാരണം അടുക്കി പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഉപ്പേരി ഒന്നുകൂടെ ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഇറക്കി മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ തേങ്ങയുടെ പച്ചമണം ഉണ്ടാവും. അതൊന്ന് മാറിയതിന് ശേഷം ഞാനത് പിന്നെ ഇറക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയും ഉപ്പേരിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയാണ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കടലക്കറിയുടെ കൂടെ ഈ ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കടലക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ദോശ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ അശ്വിന് കഴിക്കാൻ കൂടി കൊടുക്കുകയാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ അശ്വിന് ഇന്ന് ബസ്സിനാണ് പോണത്. എന്താ പറയുക, ഏട്ടൻ ഞാൻ പോയി പറഞ്ഞല്ലോ. അതുകൊണ്ട് അശ്വിൻ ബസ്സിനാണ് കേട്ടോ പോണത്. അപ്പോൾ പിന്നെ വേഗം തന്നെ ഞാൻ അവനുള്ള കഴിക്കാനൊന്ന് എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി കഴിപ്പിച്ചിട്ട് വേണം ഒന്ന് റെഡിയാക്കിയിട്ട് സ്കൂളിലേക്ക് പറഞ്ഞു അയക്കാൻ വേണ്ടിയിട്ട്. സ്കൂൾ അടച്ചിട്ടില്ല കേട്ടോ. 2 ദിവസം കൂടി ഉണ്ട് അവർക്ക് എക്സാം. നാളത്തെയും കൂടിയുള്ളൂ എക്സാം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസിൻ്റെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വാരി കൊടുത്താൽ മാത്രമേ കഴിക്കുകയുള്ളൂ രാവിലെ നേരങ്ങളിൽ. അപ്പോൾ അവൻ ഇങ്ങനെ ഓരോന്ന് കാണിച്ചപ്പോൾ ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. പറഞ്ഞപ്പോൾ വേഗം തന്നെ ഇരുന്നാണ് കേട്ടോ. ചില സമയങ്ങൾ ഇങ്ങനെ അടുത്തിരുന്നൊന്നും കഴിക്കാറില്ല. നമ്മൾ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അടുത്തിരുന്ന് കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കാര്യമാക്കാണ്ട് അതീതി നടക്കുകയാണ്. പിന്നെ അങ്ങനെ ഞാൻ വേഗം തന്നെ ഭക്ഷണമൊക്കെ ഒന്ന് വാരി കൊടുത്തു കേട്ടോ. എന്താ പറയുക, തന്നെ കഴിച്ച് ചിലപ്പോൾ അതൊന്നും വയറ്റിപ്പെട്ടു എന്ന് വരില്ല കേട്ടോ. അപ്പോൾ നമ്മളും ഇങ്ങനെ വാരി കൊടുത്താൽ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാരി കൊടുക്കണം കേട്ടോ. പക്ഷേ അക്ഷയ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ അവൾക്ക് വേണ്ടതെല്ലാം അവൾ തന്നെ കഴിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇവനിത്തിരി ഇത് ജാസ്തിയാണ്, കഴിക്കില്ല അങ്ങനെ. അതിന് ശേഷം ഞാൻ ചോറെല്ലാം എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ നമ്മുടെ അവിടെ താലപ്പൊലിയായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞങ്ങളൊരു 9 മണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ നമുക്ക് കാണാനൊക്കെ ഉള്ളത്. അപ്പോൾ കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ ഉണ്ടംപൊരി. അതുപോലെ തന്നെ നമ്മൾ പിന്നെ കുറച്ച് 2-3 ഐറ്റംസ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെ കഴിക്കുമ്പോൾ വേലപ്പറമ്പിൽ പണ്ടും ചെറുതായിരിക്കുമ്പോൾ പോയിട്ട് വാങ്ങുന്ന ഐറ്റംസാണ് കേട്ടോ. വട എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെറുതായിട്ടുള്ള കച്ചായം ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പൊരി കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിതിൽ എന്തൊക്കെ ഇഷ്ടം, അതുപോലെ നിങ്ങളിങ്ങനെ വേലയ്ക്കൊക്കെ പോയാൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് എന്താ വാങ്ങുക ഒക്കെ ഒന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ് കേട്ടോ. ഈ നേരം കൊണ്ട് തന്നെ നമ്മൾ ചോറെല്ലാം പാത്രത്തിലാക്കി അശ്വ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില ദിവസം അവന് ബസ്സിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില ദിവസം അത്ര ഇഷ്ടമല്ല. ബസ്സിന് പോണ ദിവസം കുറച്ച് നേരത്തെ എണീക്കണം. എന്താ പറഞ്ഞാൽ കറക്റ്റ് ടൈമിന് നമ്മൾ പോകണമല്ലോ. ഏട്ടനാകുമ്പോൾ സമയത്ത് നമുക്ക് കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, ഇത്തിരി വൈകിട്ട് പോയാലും പ്രശ്നമില്ലല്ലോ. പക്ഷേ ബസ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിന് പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ട് കേട്ടോ. നമുക്കും അന്നത്തെ ദിവസം ഒത്തിരി നേരത്തെ കുക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ വേഗം റെഡി ആവണമല്ലോ എല്ലാം. അപ്പോൾ അവനെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ പിന്നെ എന്താ പറയുക ഭക്ഷണം കഴിക്കുകയാണ്. എന്താ പറഞ്ഞാൽ ദോശ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ അശ്വിനെ ആക്കിയിട്ട് വരുമ്പോഴേക്കും തന്നെ നമ്മൾ അക്ഷയ വേഗം ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ വന്ന ഉടനെ ഞങ്ങൾ 2 കൂടെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പോയല്ലോ, അശ്വിനും പോയി. ഇന്നും അക്ഷയ്ക്ക് ലീവാണ് കേട്ടോ. നാളെ തുടങ്ങി ഇനി 2 എക്സാമേ ഉള്ളൂ. 2 ദിവസമായിട്ട് 2 എക്സാം കഴിയും കേട്ടോ. അപ്പോൾ അവർക്ക് നിറയെ പഠിക്കാനുള്ള ചാപ്റ്ററായ കാരണം കൊണ്ട് ഇത്ര ദിവസം അവർക്ക് ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട്
മുപ്പത്തേന് ഇന്ന് പോയിട്ടില്ല. നാളെ മുതലാണ് എക്സാം. നാളെയും മറ്റന്നാൾ എക്സാം ഉണ്ട് കേട്ടോ. അതോടുകൂടി എന്താ പറയുക വെക്കേഷനായി അവർക്ക്. അതെല്ലാം കഴിച്ച് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വേഗം തന്നെ വന്നിട്ട് ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതുപോലെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റിയെടുക്കണം. അതെല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ ഉപ്പേരിയെല്ലാം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. അതുപോലെ നമ്മുടെ ചോറും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. അതെല്ലാം ഒന്ന് ചെറിയ പാത്രങ്ങളിലാക്കിയാൽ തന്നെ നമ്മുടെ അടുക്കള ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക നമ്മുടെ നെയ്പാത്രവും അതുപോലെ നമ്മുടെ എണ്ണയാക്കിയിട്ടുള്ള കുഞ്ഞു പാത്രങ്ങളും എല്ലാം ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന മാവും എല്ലാം ഇതുപോലെ ഒന്ന് തുടച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ പറഞ്ഞാൽ നമ്മളവിടെയൊക്കെ ഓരോ എല്ലാവിടെയും ഇപ്പോൾ ഓരോ പരിപാടികളൊക്കെ തുടങ്ങേണ്ട സമയമാണല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഭാഗത്ത് ഓരോരോ ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അതൊക്കെ കാണാൻ പോവുക. അതുപോലെ അവിടെ ഉണ്ടാകുന്ന എന്നും സ്ഥിരം ഐറ്റംസൊക്കെ തന്നെ കേട്ടോ വാങ്ങാറുള്ളത്. ഇപ്രാവശ്യമാണ് നമ്മൾ ഉണ്ടംപൊരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നൊരിക്കൽ നമ്മൾ കടയിൽ നിന്നായിരുന്നു കേട്ടോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വേലപ്പറമ്പിൽ പോയിട്ട് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കടയിൽ നിന്ന് വാങ്ങിയതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേലപ്പറമ്പിൽ നിന്ന് വാങ്ങിയിട്ടില്ല ആ ഉണ്ടംപൊരി കഴിക്കാൻ വേണ്ടിയിട്ട്. ചിലവരൊന്നും അതൊന്നും വാങ്ങി കഴിക്കില്ല. പക്ഷെ നമ്മൾക്ക് പഴയ സമയത്തൊക്കെ നമ്മൾ വാങ്ങി കഴിച്ച കാരണം ഇപ്പോഴും നമുക്കത് കാണുമ്പോൾ ഒരു ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ആ കുഞ്ഞു വട വാങ്ങും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കഴിക്കാനായിട്ട് കുട്ടികൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവരും വാങ്ങും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോഴല്ലേ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ആൾക്കാർക്ക് എന്തൊക്കെ ഇഷ്ടം നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം അറിയാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നുമില്ല. അതിനുശേഷം നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി വന്നിട്ട് നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ. നമ്മളിവിടെ പാത്രങ്ങൾ അധികം കഴുകിയില്ലെങ്കിലും പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൈയൊക്കെ കഴുകുന്ന കാരണം നല്ല അഴുക്കൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കഴുകും. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പ് തുടച്ചെടുക്കുമ്പോഴേക്കും തന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഒരു പണി ഇപ്പോൾ തൽക്കാലം നടക്കില്ല. എന്താ പറഞ്ഞാൽ കുറച്ച് നേരം സംസാരിക്കും. അപ്പോൾ അമ്മമാർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം സംസാരിക്കില്ലേ. എന്താ സംസാരിക്കാമെന്ന് നമുക്ക് തന്നെ അറിയില്ല. സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ വേഗം തന്നെ ആ ഫോൺ വാങ്ങി സംസാരിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.